എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കടലക്കറിയാണ് വയ്ക്കണം. അതിന് വേണ്ടി കടല ഇന്നലെ വെള്ളത്തിൽ ഇട്ടത് കഴുകിയെടുത്ത് ഒരു 2 കപ്പ് കടല, ഒരു ഉരുളൻകിഴങ്ങ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് വെള്ളവും അത് വേവാനുള്ള വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്ക് ഒന്ന് വേവിക്കാം. ഒരു 3 വിസിൽ വരണവരെ നമുക്ക് വെച്ച് കൊടുക്കാം. കടല വേകുന്ന നേരത്തിന് നമുക്ക് ഒരു ഇരുമ്പുചട്ടി അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതുകൊണ്ട് ചൂടാക്കണ്ട. നമുക്ക് അല്പം തേങ്ങ കൊത്തി എരിഞ്ഞ് വറുത്തെടുക്കാം. കടലയിൽ ഉരുളക്കിഴങ്ങും സവാളയും കൂടെ സവാള ഇട്ടത് കാണിക്കാൻ മറന്നുപോയി. കടലയും സവാളയും ഉരുളക്കിഴങ്ങും ഇട്ട് ഉപ്പുമിട്ട് വേവിച്ചതാണ്. അത് ഒരു 4 വിസിൽ കേട്ടപ്പോൾ അത് ഓഫ് ചെയ്തു. ഇനി നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി താളിച്ചിടണം. അതിന് വേണ്ടി ആദ്യം നമുക്കൊന്ന് തേങ്ങ വറുത്ത് കോരിയെടുക്കാം. ഈ കടലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരപ്പൊടിയും കൂടെ ചൂടാക്കിയതും കുറച്ച് കടലയും കൂടെ കോരിയിട്ട് മിക്സിയിലിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്ത ഇതാണ്. ഈ അരപ്പ് നമുക്ക് ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് ഈ കറിയൊന്ന് തിളക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കാം. തേങ്ങ ഇവിടെ നല്ല പോലെ മൂത്ത്. ഇനി നമുക്ക് അതിനെ കോരി എടുത്തിട്ട് താളിച്ച് കൊടുക്കാം. കടലക്കറി ഇവിടെ റെഡിയായി. അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സൂപ്പർ കടലക്കറിയാണ്. വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പത്തിൻ്റെ കൂടെ, ദോശയുടെയും പുട്ടിൻ്റെ കൂടെയും കഴിക്കാം.